ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ പുളിശ്ശേരിയാണ്. മത്തങ്ങ പുളിശ്ശേരി നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു മത്തങ്ങ കഷ്ണം എടുത്തിട്ടുണ്ട്. ഓണം സ്പെഷ്യൽ മത്തങ്ങ പുളിശ്ശേരിയാണ്. നമുക്കിതൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം. നമ്മൾ മത്തങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു ലെവലിലാണ് നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കിയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് നല്ല ജീരകം എടുത്തിട്ടുണ്ട്, മൂന്നാല് കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി 4 അല്ലി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇതത് നമുക്കൊന്ന് അരച്ചെടുക്കാം. വെളുത്തുള്ളിയും ഈ ചുവന്നുള്ളിയൊക്കെ ഒന്ന് ക്രഷ് ചെയ്യുക, അരയ്ക്കുക, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പച്ചമുളകൊന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തൊന്ന് അരച്ചിട്ട് വരാം. ലേശം വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. ഇതിനായിട്ട് നമ്മളൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് മത്തങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ അരച്ച് കൊണ്ടുവന്നത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട് നമ്മൾ. കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സ്റ്റവ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വെന്ത് വരട്ടെ. നമ്മൾ നാളികേരവും ജീരകവും ചേർത്തൊന്ന് അരച്ചിട്ട് വരാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് അരച്ചിട്ട് വരാം. കാളൻ്റെ കഷ്ണം വെന്തോന്ന് നോക്കാം. നമുക്ക് വെന്ത് റെഡിയായി കിടക്കുന്നുണ്ട്. നമുക്കിനി തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ തേങ്ങ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, ഒഴിച്ച് കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചാൽ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകുന്നേരം വരെ ഒന്ന് തിളച്ചിട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നമുക്കിനി തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മളെടുത്തിട്ടുള്ളത് പാക്കറ്റ് തൈരാണ്. നമുക്കിത് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഉടച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തിളയ്ക്കരുത് കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോവും. നന്നായിട്ടൊന്ന് ചൂടായി വരാൻ പാടുള്ളൂ. പുളിശ്ശേരിയല്ലേ, അപ്പം നമുക്ക് ഇച്ചിരി ചാറിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. കാളനൊക്കെ ആകുമ്പോഴാണ് നല്ല കട്ടിയായിട്ട് എടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കാം. ഉപ്പ് ലേശം നമുക്ക് ചേർത്ത് കൊടുക്കാം. ലേശം ചേർത്താൽ മതി. ഉണ്ടോ, ഇത്രയും ഉപ്പ് നമ്മൾ ചേർക്കുന്നുള്ളൂ. ഉപ്പുണ്ട് അത്യാവശ്യം. നമുക്ക് ഞാൻ താളിച്ച് കൊടുക്കാം. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ചെയ്യണം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ കുറച്ചിട്ട് കൊടുത്താൽ മതി. കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
ഒഴിച്ചു കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഓണം സ്പെഷ്യൽ പുളിശ്ശേരിയാണ് ഇന്നത്തെ നമ്മുടെ മത്തങ്ങ പുളിശ്ശേരി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ.